യാതൊരുവൻ പൂർവാനുഭവങ്ങളെ വർത്തമാനത്തിൽ മേയ്ക്കുന്നുവോ അവൻ പശു സമാനനാണ്, അയവിറക്കുന്നവനാണ്. പശു എന്നും അതിനെ അഴിച്ചാൽ വടക്കുപുറത്തെ പറമ്പിലാവുണ്ട കെട്ടിയതെങ്കിൽ ഇന്ന് രാവിലെ അഴിക്കുമ്പോഴും 15 ദിവസമായിട്ട് അവിടുത്തെ പുല്ലാ തിന്നിരിക്കുന്നത്. ഇന്ന് ആ തെക്കുംപാട്ടെ പറമ്പിൽ കൊണ്ട കെട്ട അവിടെ നിറച്ച് പുല്ലുണ്ടെന്ന് കണ്ട് അഴിച്ചാലും അത് ആ പുല്ലില്ലാത്ത പറമ്പിലേക്കേ ഓടുള്ളൂ. വലിച്ചാൽ നിങ്ങളെയും കൂടെ വലിച്ചുകൊണ്ട് ഓടും. കാരണം അതിന് നിർബന്ധമാണ് ആ വഴിയെ തന്നെ പോകണം. ചുരുക്കത്തിൽ നമ്മുടെയൊക്കെ മനസ്സ് വെളുത്തേടന്റെ കഴുതയെ പോലാണ്. കണ്ടിട്ടില്ല? പണ്ട് കാലത്ത് ഈ ഓട്ടോറിക്ഷയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വെളുത്തേടൻ ഈ തുണി അലക്കാൻ കൊണ്ടുപോകുന്ന കഴുതപ്പുറത്താണ്. കണ്ടിട്ടുണ്ടാവും. കഴുതപ്പുറത്ത് ഈ തുണിയെല്ലാം അലക്കി കഴുതയുടെ പുറത്ത് വെച്ച് കൊണ്ടുവരും. അപ്പൊ ഇവനൊരു കയറ് വാങ്ങിച്ച് ഈ കഴുതയെ ഒരു കുറ്റിയെ കെട്ടും വീട്ടുമുറ്റത്ത്. അപ്പം വളരെ മിടുക്കനായതുകൊണ്ട് ഈ കുറ്റിയെ കെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ചെവിക്ക് പിടിച്ചൊരു തിരി കൊടുക്കും. അപ്പൊ ഇതിനാ കയറ് കെട്ടിയിരിക്കുന്ന ഒരു വട്ടമുണ്ട്. ആ വട്ടത്തിൽ ഇതിന് നടക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനപ്പുറത്തേക്ക് അതിന് പോകാൻ പറ്റില്ല. ഇങ്ങനെ കയറ് വലിഞ്ഞതിങ്ങനെ നടക്കും. അപ്പൊ എല്ലാ ദിവസവും കൊണ്ടുവന്ന് ഈ കുറ്റിയെ കെട്ടിക്കഴിഞ്ഞാൽ ചെവിക്കൊരു തിരിതിരിക്കും. അവൻ പോവുകയും ചെയ്യും. കുറച്ചുനാളായപ്പോ ഈ ആദ്യത്തെ കയറ് ദ്രവിച്ചുപോയി. പിന്നെ ഇവൻ കയറ് വാങ്ങിക്കില്ല. ഇവൻ ഇതിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് ചെവിക്കൊരു തിരിതിരിക്കും. അത് ആ വട്ടത്തിലല്ലാതെ മനസ്സാകെ അതിന്റെ പൂർവാനുഭവങ്ങളുടെ വട്ടത്തിന് വെളിയിൽ ഒരിക്കലും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. 10,000 തവണ തനിക്ക് പരാജയമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും 11,001 തവണയും അവൻ ആ പരാജയത്തിനുള്ള വഴി വിജയമാക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കും. റൈറ്റ്? ഈ ചിട്ടി മുതലിക്കുന്നവരോട് ചോദിച്ചാൽ ആദ്യത്തെ ചിട്ടി നഷ്ടത്തിലായി. 500ന്റെ ഏതാണ്ട് പകുതി ആയപ്പോഴേക്ക് കാശ് മുഴുവൻ ഉണ്ടാക്കേണ്ടതായി. ഇനി അതിന്റെ കാശടയ്ക്കാനാണ് ഇവൻ 1000ന്റെ മുതലിക്കുന്നത്. അത് ആദ്യത്തത് പിടിച്ച് തൽക്കാലം ഒന്ന് മറിച്ചു നിന്ന് 1000ന്റെ എത്തിക്കാറാവുമ്പോഴേക്ക് ഇവൻ 10,000ന്റെ തുടങ്ങും. ജനങ്ങൾ പറയും അടിവെച്ച് കയറുകയാണ്. പണ്ട് 500ന്റെ നടത്തിയിരുന്നാണ്. ഇവനെ അറിയാവൂ, ഇപ്പോ 1,00,000ന്റെ ആയിരിക്കുന്നത് പിടിച്ചു നിൽക്കാതിരിക്കാണ്. 10 ലക്ഷത്തിലെത്തുമ്പോ ഇവൻ മുങ്ങും. അപ്പൊ 1000 തവണ തനിക്ക് അനുഭവം വന്നാലും മനസ്സ് പരാജയത്തിലൂടെ പോകാൻ ഇഷ്ടപ്പെടുന്നു. അധർമ്മത്തെപ്പറ്റി സൂചിപ്പിച്ച പോലെ ഇങ്ങനെയാ മനസ്സിന്റെ പ്രത്യേകം. അതുകൊണ്ട് ഈ മനസ്സെന്ന പ്രഹേളികയെ അറിഞ്ഞ ആചാര്യന്മാർ അതിനെ വെച്ചാ ഈ കളി നടത്തുന്നത്. അതുകൊണ്ട് സുമേധസ് ഇറങ്ങി വന്ന് പറഞ്ഞു, സുരഥ, സമാധി, നിങ്ങൾ ജ്ഞാനികളാണെങ്കിൽ പശുവും പക്ഷിയും ഒക്കെ ജ്ഞാനികളാണ്. അത് ഗംഭീരമായിട്ടാ പറഞ്ഞത്. അപ്പൊ ചോദിച്ചു, ഇനി എന്താ വഴി? ജ്ഞാനമില്ലാന്നായപ്പോ പിന്നെ ശരിയാണെന്ന് തോന്നി. അദ്ദേഹം അത് വളരെ വിശദീകരിച്ച് പറഞ്ഞു. എന്താ വഴി? അവിടെയാണ് ദേവീ മാഹാത്മ്യം തുടങ്ങുന്നത്. ഇതുവരെ ദേവീ മാഹാത്മ്യം എന്ന പുസ്തകത്തിന്റെ പീഠികയാണ്. ഇനിയാണ് ദേവിയുടെ മാഹാത്മ്യം വരുന്നത്. അതാണല്ലോ ദേവീ മാഹാത്മ്യം. ഇതെല്ലാം നിങ്ങളുടെ പുസ്തകത്തിലുള്ള സാധനം. ഇതൊക്കെ അധ്യായങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ദേവിയുടെ മഹത്വമാണ്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അധിഷ്ഠാതൃ ദേവതകളായ സാത്വികം, രാജസം, താമസം എന്ന ഗുണവിധേയകളായ ദേവതാ സ്വരൂപങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകളും ആ ദേവിയിലുള്ള ഉപാസനകളുമാണ് ഇനി സുമേധസ് എന്ന മഹർഷി ഇവർക്ക് ഉപദേശിച്ചു കൊടുത്തത്. ഉപദേശത്തിന്റെ ഫലമായി സുരഥൻ എന്ന ചക്രവർത്തി രാജ്യം തിരിച്ചു കിട്ടി, ഭരണം നിർവഹിച്ച് കാലം കഴിഞ്ഞ് സാവർണി എന്ന മനുവായി മന്വന്തരാധീശനായി വളരുന്നു. അപ്പൊ അദ്ദേഹം ആ വഴിക്കാണ് ആഗ്രഹിച്ചത്, ഉപാസനയിലൂടെ. സമാധി എന്ന വൈശ്യൻ ആഗ്രഹിച്ചത് ജ്ഞാനമാണ്. ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോ തീരുമാനിച്ചു, എനിക്ക് തോന്നുന്നു ഇനി വേണ്ട, കേവലമായ ജ്ഞാനം കിട്ടിയാൽ മതി. അത് നേടി മുക്തനായിത്തീരുന്നു. എങ്ങനെ? അതാണ് 3 ദേവതാ സങ്കല്പങ്ങളിലൂടെ 9 ദിവസങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. ഇത്രയാണ് ഇതിന്റെ കഥയുടെ ചട്ടക്കൂട്. കഥ കഴിഞ്ഞു. ഇനി കഥാന്തരത്തിലെ ചട്ടക്കൂടൊന്ന് സംക്ഷിപ്തമായി കാണാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതാണ്ടൊന്ന് ഇതിന്റെ ചട്ടക്കൂട് കാണാം. ഇവിടെ കാളി, ലക്ഷ്മി, സരസ്വതി, അല്ലെങ്കിൽ ദുർഗ, ലക്ഷ്മി, സരസ്വതി, ഇവര് 3 പേരെ വെച്ചുകൊണ്ടാണ്
ധ്യാന ശ്ലോകത്തിൽ തന്നെ അതുണ്ട്. മാതർമേ മധുകൈടഭഗ്നി മഹിഷ പ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ചണ്ഡമുണ്ടർദിനി നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. സമയാചാരത്തിന്റെ ഉപാസനയിലൊരു രീതി, ജ്ഞാനകാണ്ഡത്തിലൊരു രീതി. 2 രീതികൾ ഇതിന് പഠിക്കാനുണ്ട് ശ്രേഷ്ഠമായി. രണ്ടും ഒന്ന് സൂചിപ്പിച്ചുവിടാൻ നേരം കിട്ടുമെന്ന് തോന്നുന്നു. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. തർക്കമില്ലാത്ത സാധനം ജ്ഞാനകാണ്ഡത്തിലെ പ്രയോഗമാണ്. മറ്റത് സ്വാഭാവികമായ സംശയങ്ങൾ ഉണ്ടാവും. ആചാരാനുഷ്ഠാനങ്ങളിലൂടെ വളർന്നതല്ലെങ്കിൽ. പണ്ടൊരു മകൻ രാവിലെ എഴുന്നേറ്റു, രാവിലെ തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ കുളിച്ചു, ആദ്യം എഴുന്നേറ്റു, കട്ടിലേലിരുന്നു, അല്ലെങ്കിൽ തറയിൽ കിടക്കുന്നിടത്ത് എഴുന്നേറ്റിരുന്നു. തന്റെ കരാഗ്രത്തിൽ ലക്ഷ്മിയെയും കരമധ്യത്തിൽ സരസ്വതിയെയും കരമൂലത്തിൽ ഗൗരിയെയും കണ്ടു. ഇങ്ങനെയാണ് പണ്ടുള്ളവർ ചെയ്യുക. കരാഗ്രേ വസതേ ലക്ഷ്മിയും കരമധ്യേ സരസ്വതിയും കരമൂലെ 2 ദേവികളെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഗോവിന്ദനെ സങ്കല്പിക്കാൻ പോകുമ്പോൾ മനസ്സ് മാറിപ്പോവും. മനസ്സിന് ഏകാഗ്രത കിട്ടില്ല. കരമൂലെ സദാ ഗൗരിയും, ധർമ്മത്തിന്റെ ഇരിപ്പിടമായ ഗൗരി കരമൂലത്തിലും സരസ്വതി കരമധ്യത്തിലും ലക്ഷ്മി കരാഗ്രത്തിലുമുള്ളവന് ഈ ലോകത്തിൽ ഒന്നും പേടിക്കാനില്ല. കാരണം മറ്റൊരുത്തന്റെ അടുക്കലുള്ളതൊന്നും എനിക്കുള്ള സമ്പത്തല്ല. എന്റെ കരമൂലത്തിലുള്ളതാണ് എന്റെ സമ്പത്ത്. കരാഗ്രേ വസതേ ലക്ഷ്മി, എന്റെ കരാഗ്രത്തിൽ, എന്റെ വിരൽത്തുമ്പിൽ ലക്ഷ്മി നൃത്തം ചെയ്യുകയാണ്. ലക്ഷ്മി നൃത്തം ചെയ്യുന്ന ഞാൻ എന്തിനു ഭയപ്പെടണം? ഒന്നിനും വേണ്ടി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്മി അവിടെ ഉണ്ടോ, എനിക്കുള്ളത് ഇങ്ങു വരും. ഞാൻ ഓടുന്നില്ല. ഇങ്ങനെ ഇരുന്നാലോ? ഇങ്ങനെ ഇരുന്നാൽ മതി. എനിക്കുള്ളതാണോ അത് വരും. കാരണം ലക്ഷ്മി എന്റെ കര അഗ്രത്തിലാണ്. കരാഗ്രേ വസതേ ലക്ഷ്മി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതി. അങ്ങനെ പറഞ്ഞേ ഇരിക്കുന്നുള്ളൂ. ഇങ്ങനെ ചിലർ ഒരെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അത്തരക്കാരെ പരിചയപ്പെടണ്ട. അത്തരക്കാർ ഈ ഭൂമിയിൽ കുറച്ചു പേരുണ്ടാവും. വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെ എങ്ങനെയും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ജീവിതാകെ മാറിപ്പോവും. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി. അറിവ് മുഴുവൻ എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വല്ലയിടത്തും എഴുതി വെച്ചിരിക്കുന്നത് എന്നല്ല. ഉപാസനയിലാണ് അറിവിരിക്കുന്നത്. അത് ഞാൻ എന്നിൽ നോക്കിയാണ് പഠിക്കുന്നത്. കരമധ്യേ സരസ്വതി. അത്തരക്കാർ പണ്ടൊരുപാടുണ്ടായിരുന്നു. അവരാണ് തീരപ്രദേശത്ത് താമസിക്കുന്നതെങ്കിൽ സുനാമി വരുന്നതിന് മുമ്പ് പറയും. അവര് പ്രാവിന്റെ ചരകടി നോക്കിയിട്ട് പറയും. മരണപ്പക്ഷി കൂവുന്നത് നോക്കി പറയും. മരണം വിളിക്കുന്ന പക്ഷി കൂവും, ദേ വരാൻ പോകുന്നു. പട്ടി ഓലിയിടും, അതിൽ നിന്ന് പറയും. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരുത്തനെ പഠിപ്പിച്ചതുകൊണ്ടൊന്നും ഒരു ശാസ്ത്രജ്ഞനും പറയല. ശാസ്ത്രജ്ഞന് പറയാൻ പറ്റാത്തത് പട്ടി പറയും. അത് നോക്കി പഠിച്ച കാരണവന്മാരുണ്ട്. പിപീലിക അണ്ടസഞ്ചരണം നോക്കി മഴ പ്രവചിക്കും, അത് കൃത്യമായിരിക്കും. കാലാവസ്ഥക്കാരൻ പ്രവചിക്കും, ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. സാധാരണ വീടുകളിലെ സംഭവമാണ്. ത്വയായത്തം കൃഷിഫലമിതി ഭൂവിലാസാനഭിജ്ഞൈ പ്രീതിസ്നിഗ്ധൈ ജനപദവധൂലോചനൈ പീയമാന സദ്യസ്ഥീരോൽക്കഷണസുരഭി ക്ഷേത്രമാരുഹ്യമാലം കിഞ്ചിത് പശ്ചാത് വ്രജലഘഗതിർ ഭൂയേവോത്തരേണ. മേഘസന്ദേശം കാളിദാസൻ. ഉത്തരമധുരയിലെ കടാക്ഷശാസ്ത്ര പഠിപ്പില്ലാത്ത പെണ്ണുങ്ങള് വിതയ്ക്കാനുള്ള വിത്ത് വെള്ളത്തിലിട്ട് നിന്നെ നോക്കുമ്പോൾ കടാക്ഷശാസ്ത്ര പഠിപ്പില്ലാത്ത അവരുടെ കൺകോണുകളിലെ സ്നേഹം കണ്ട് എന്റെ സന്ദേശവും കൊണ്ടുപോകുന്ന നീ അവിടെയെങ്ങാനും ഇറങ്ങിയാൽ സന്ദേശം താമസിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു ഓർമ്മിപ്പിക്കലുണ്ട് കാളിദാസന്റെ. യു കാൻ ഫോളോ. കവിതാങ്കന വീണ് കിടക്കുന്ന കവിത മേഘസന്ദേശം വായിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം ഉത്തരമധുരയുടെ മുകളിലൂടെ നീ പോകുമ്പോൾ ഉത്തരമധുരയിലെ ഉഴുതുമറിച്ചിട്ട പുതുമണ്ണിന്റെ ഗന്ധമുള്ള ആ മണ്ണ് കണ്ട് അവിടുത്തെ കടാക്ഷശാസ്ത്ര പഠിപ്പില്ലാത്ത പെണ്ണുങ്ങള്
കാരണം ഉത്തരം അതിലെ ഗ്രാമമാണ്. നഗരത്തിലെ പെണ്ണുങ്ങൾക്ക് കടാക്ഷശാസ്ത്രം അറിയാം. അവര് വിളിച്ചിട്ടിറങ്ങിയാൽ പോക്ക. അതിപ്പോ കുഞ്ഞാലിയോട് ചോദിച്ചാൽ പറയും. അപ്പൊ അതുകൊണ്ട് ഈ കടാക്ഷശാസ്ത്ര പഠിപ്പില്ലാത്ത ഗ്രാമീണ പെൺകൊടികളുടെ ആ കടക്കൺ കോണുകളെ കണ്ട് നീയെങ്ങാനും ഇറങ്ങിയാല് തന്റെ സന്ദേശം താമസിക്കുമെന്ന് മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മഴ വരുന്നത് അവരുടെ നോട്ടം കൊണ്ടാണെന്ന് പറയാ. ആ ആഗ്രഹത്തിൽ മഴയുടെ ബീജങ്ങളുണ്ടെന്നാണ്. വെള്ളത്തിന് വേണ്ടിയുള്ള ആ ദാഹം. അങ്ങനെ പ്രകൃതിയും മനുഷ്യനും, പ്രകൃതിയും തിര്യക്കുകളും മനുഷ്യനുമെല്ലാം ചേർന്ന ഒരു പ്രാപഞ്ചിക സൗഭഗത്വത്തിന്റെ. പണ്ടുകാലത്ത് അമ്മമാര് ഈ ചീരയൊക്കെ നടുമ്പോ ഒരു പിടി പൊടിയരി കൊണ്ട് തകരും ഉറുമ്പിന്. ഉറുമ്പിനോട് ഇത് പെറുകിക്കൊള്ളാൻ. അതാ ചീരരി അല്ല, ഉറുമ്പ് ആ പൊടിയരി മാത്രമേ എടുക്കുള്ളൂ, ചീരരി എടുക്കുകയില്ല. ഇന്ന് നേരെ മറിച്ച് 50% വീര്യമുള്ള DHC പൗഡർ തൂളും. 2 ആഴ്ച കഴിഞ്ഞ് കുട്ടിക്ക് മുല കൊടുക്കുമ്പോൾ മുലപ്പാലിനകത്ത് DHC ഉണ്ടാവും. 2 വർഷം കഴിയുമ്പോൾ ബ്രസ്റ്റ് അനക്കാൻ മേല ക്യാൻസറും ആവും. കാരണം ആ ഉറുമ്പിനോളം ചെറുതായ ഒന്നിനെപ്പോലും സഹിക്കാത്ത മനുഷ്യ, എന്റെ സൃഷ്ടിയിലെ ആ ചെറുജീവികൾക്ക് ആശ്രയമാകേണ്ട നീ അതിനെയെല്ലാം നശിപ്പിച്ച് രസിക്കുന്നത് കണ്ടിട്ട് നിന്നെ വെറുതെ വിടാൻ എനിക്ക് തോന്നുന്നില്ല എന്ന പടച്ചോന്റെ ഭാഷയാണ് ഈ രോഗമെല്ലാം. നിങ്ങൾക്ക് പിടികിട്ടുകയെല്ലാം തോന്നും. കാരണം അയാളുടെ ഭാഷ ഗംഭീരാണ്. അതിന്റെ വ്യാകരണം പ്രത്യേകമാണ്, നവവ്യാകരണമാണ്. അതുകൊണ്ട് പ്രകൃതിയോടുള്ള ആ ബന്ധം നോക്കി പണ്ടുള്ളവൻ ഇതൊക്കെ തീരുമാനിച്ചിരുന്നു. കാക്ക ചുള്ളി ഒടിക്കുമ്പോ തീരുമാനിക്കും മഴ വരാറായെന്ന്. ഇടിയ വിത്തൊക്കെ വാരിയിട്ടേക്കണം. കിഴക്കുവശത്ത് കാറുകൊണ്ടിരിക്കുകയാണ്. കിഴക്കുവശത്ത് കാറുകൊണ്ടാൽ ഈ മാസത്തില് അത് മഴയായില്ലെങ്കിൽ ഗർഭം ധരിച്ച പെണ്ണ് പ്രസവിക്കാനും ഇടയില്ല. അങ്ങനെ അതിന്റെ ചൊല്ല്. അങ്ങനെയാ നാട്ടിൻപുറത്തുള്ളവർ പറയാ. ആ കാലഘട്ടത്തിലെ പ്രകൃതിയുമായുള്ള ഇവരുടെ ആ ബന്ധം വരാൻ പോകുന്ന ഓരോന്നിനെയും മുൻകൂട്ടി അറിഞ്ഞിരുന്നു. എന്താ കച്ചി കൊടുക്കാൻ ചെന്നപ്പോ പശുക്കുട്ടി കെട്ടുപൊട്ടിക്കാൻ തുടങ്ങും. മോളെ എന്തോ പന്തികളുണ്ട്, അതിനൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക. പശുക്കുട്ടി തൊഴുത്തിലാ കെട്ടുപൊട്ടിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാ ടോർച്ചടിച്ച് നോക്കുമ്പം വീട്ടിനുള്ളിലേക്ക് ഒരു പാമ്പ് കയറിപ്പോകാൻ തുടങ്ങുന്നത്. പശുക്കുട്ടിയുടെ അടുക്കലേക്കെങ്ങും അല്ല പോകുന്നത്, വീട്ടിനുള്ളിലേക്കാ. അപ്പൊ ഈ ജീവജാലങ്ങൾ അവയുടെ ഭാഷയും വ്യാകരണവും കൊണ്ട് അവയെ സ്നേഹിക്കുന്ന മനുഷ്യൻ കണ്ടെത്തിയ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ചെടികളിൽ നിന്ന്, കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളത്തിൽ നിന്ന്, ഓക്കെ, മാനത്ത് പതിക്കുന്ന ഉൽക്കകളിൽ നിന്ന്, ഇതൊക്കെ പഠിക്കേണ്ടതാണ്. ഈ നേരത്തൊക്കെ നിങ്ങൾ സപ്പോസ് ദിസ് എ ടെസ്റ്റ് ട്യൂബ്, if we are taking some sulfuric acid in it and if we are pouring a piece of zinc, then zinc sulfate plus sulfuric acid gives, zinc plus sulfuric acid gives zinc sulfate plus oxygen. അല്ലേ? ഈ വയ്യാവേലിയൊക്കെ പഠിച്ചു വെച്ച് കോട്ടും സൂട്ടും ഇട്ട് അറിയാൻ മേലാത്തതൊക്കെ അറിയാമെന്ന് കാണിക്കുന്ന അക്ഷരക്കൂട്ടങ്ങളൊക്കെ ഭിത്തിയിൽ എഴുതി വെച്ച് അതുകൊണ്ട് ഈ നാട്ടുകാരെ വിരട്ടി ഈ നാടിന്റെ ഖജനാവ് കാലിയാക്കുന്ന ശമ്പളവും കിമ്പളവും കീയയും വാങ്ങിച്ച് എന്തരവന്മാരെ മുഴുവൻ തല്ലിക്കൊന്നാൽ ഈ നാട് നന്നാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് ആകെ കൂടി ഈ അറിവാ നേടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ സുമേധസ് എന്ന മഹർഷി ഈ അറിവുള്ളവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നും അറിവല്ല, ഇത് ചാക്കരിക്കുള്ള അറിവ് മാത്രമേ ആയുള്ളൂ. നല്ല എരിയുടെ കഞ്ഞി കുടിക്കാൻ പോലും ഈ അറിവ് വേണ്ട. ഏതാണ്ട് അവർക്ക് ഒരുമാതിരി മനസ്സിലായി കാര്യം. അവ പറഞ്ഞിനി എന്താ വഴി? ആ വഴിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ദേവീ മാഹാത്മ്യത്തിലെ ആത്മദൃഷ്ടിയുടെ അന്വേഷണം. അതെങ്ങനെ? അതിന് നമ്മളിലുള്ള ഗുണവിശേഷങ്ങൾ, സത്വഗുണ അധിഷ്ഠാതൃദേവതയായ സരസ്വതി, രജോ ഗുണം അധിഷ്ഠാതൃദേവതയായ ലക്ഷ്മി, തമോ ഗുണം അധിഷ്ഠാതൃദേവതയായ കാളി. കാളിയെ ലക്ഷ്മി എന്ന്
മറ്റത് ദുർഗയെന്ന് അങ്ങനെ എടുത്താലും എളുപ്പമാണ്. ഈ 3 ദേവതകളെ അവലംബിച്ച് നമ്മിലുണ്ടാകുന്ന ഭാവതലങ്ങളെ, നമ്മളിലുണ്ടാകുന്ന തമോ ഗുണവിശിഷ്ടങ്ങളായ വികാരങ്ങളെ മുഴുവൻ മധുകൈടഭൻ, മഹിഷൻ, ധൂമ്രലോചനൻ, ചണ്ഡമുണ്ടന്മാർ, രക്തബീജന്മാർ, നിശുംഭൻ, ശുംഭൻ, ശുംഭ നിശുംഭന്മാർ, ഇവരെയെല്ലാം വധിച്ച് പൂർണ്ണമായ ആനന്ദത്തിലേക്ക് എത്തിക്കുന്ന കഥയാണ് സുമേധസ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത്. എങ്ങനെയാണ് അവിടെ എത്തുക, എന്താണ് അതിന്റെ ഉപാസനാമാർഗം? 3 പകലുകളും 3 രാത്രികളും തമോ ഗുണത്തിനായിക്കൊണ്ട്, 3 പകലുകളും 3 രാത്രികളും രജോ ഗുണത്തിനായിക്കൊണ്ട്, 3 പകലുകളും 3 രാത്രികളും സത്വഗുണത്തിനായിക്കൊണ്ട്. ഇങ്ങനെ 9 ദിവസത്തെ പൂജാവിധാനമാണ്. നവരാത്രി എന്ന് പറയും. 10ാമത്തെ പകൽ ഉണരുന്നത് വിജയവുമായാണ്. 10ാം ദിവസം രാവിലെ ഗുണവിശിഷ്ടങ്ങളായിരിക്കുന്ന ഈ ആസുരി വൃത്തികളെ മുഴുവൻ ഉല്ലംഘിച്ച് ഉണർന്നു വരുന്നത് വിജയത്തിലേക്കാണ്. അതിനെ വിജയദശമി അല്ലെങ്കിൽ ദസറ എന്നൊക്കെ വിളിക്കും. കേട്ടിട്ടുണ്ടാവുന്നത്. അപ്പൊ ആദ്യം മാനവനെ തമോഗർത്തങ്ങളിലേക്ക് തള്ളിയിടുന്നത്, അവനിലെ സമസ്ത ദുഃഖവും ഉണ്ടാക്കുന്നത് മധുകൈടഭന്മാരാണ്. ആരാണ് ഈ മധുവും കൈടഭനും? കർണമലത്തിൽ നിന്നുണ്ടായവരാണ്. കർണമലത്തിൽ നിന്ന് 2 അസുരന്മാർ. പുരാണം കേൾക്കുമ്പോ കുറച്ചാളുകള് കർണമലത്തിൽ നിന്ന് ജീവിയുണ്ടായി, അത് അസുരനായി വളർന്നു വന്നൊക്കെ എഴുതിയിരിക്കുന്ന വിഡ്ഢിത്തമാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ആധുനിക സയൻസ്. അന്ധവിശ്വാസികള് ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇല്ലെന്നേ ഉള്ളൂ. ഇനിയും ഒരു 50 കൊല്ലം കഴിയുമ്പോഴേക്ക് മനുഷ്യന്റെ കർണമലമെടുത്ത് ടെസ്റ്റ് ട്യൂബിൽ വളർത്തി ഇതുണ്ടാക്കും, അന്നേരം ശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അമ്പലങ്ങളിലെ ഉത്സവ പ്രഭാഷകന്മാർ. രണ്ടും ഗംഭീരമാണ്. ഒരല്പനേരം ഇരുന്ന് തന്നിലേക്ക് ചിന്തിക്കുന്നവന് മനസ്സിലാകും മധുവും കൈടഭനും തന്നിലുണ്ട്. വീട്ടില് ഭാര്യയും ഭർത്താവും വർത്തമാനം പറയാൻ തുടങ്ങുന്നതിനിടയില് ഭർത്താവ് പറയും, നീ അങ്ങനെ തന്നെ പറയണം. 25-30 കൊല്ലമായിട്ട് എന്റെ അമ്മയും കാണാതെ പെങ്ങളെയും കാണാതെ അവർക്കൊരു 10 രൂപയും കൊടുക്കാതെ നിന്നെയും പിള്ളേരെയും നോക്കി ഉള്ളത് മുഴുവൻ ഇവിടെ കൊണ്ട് തന്നിങ്ങനെ കഷ്ടപ്പെടുന്നതിന് നീ എന്റെ മുഖത്ത് നോക്കി തന്നെ പറയണം, മതിയായി. അപ്പൊ ഉടനെ ഭാര്യ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു. ഇനി അത് പറഞ്ഞാ മതി, അങ്ങനെ അല്ല ഉദ്ദേശിച്ചു. ഞാനാ കേട്ടത്, 1 പ്രാവശ്യമല്ല, എന്റെ ഈ ചെവി കൊണ്ട് കേട്ടതാ. പിന്നെ രക്ഷയില്ല. പിന്നെ വാശിയായി, വഴക്കായി, എടുത്തറായി, പിടുത്തായി, പറക്കും തളിയായി, എല്ലാമായി. ഇത് കഴിഞ്ഞു. 1 പ്രാവശ്യം ഇങ്ങനെ പറ്റി. അടുത്ത പ്രാവശ്യം വഴക്ക് തിരിച്ചാ വന്നേ. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തന്നെ പറയണം. ഒരു കാര്യത്തിനും പോകാതെ എന്റെ കൂടെ പഠിച്ചവരൊക്കെ ജോലിക്കും പോയി, എന്റെ കൂട്ടുകാരൊക്കെ ഉത്സവപ്പറമ്പിലും പോയി, നല്ല വസ്ത്രവും ധരിച്ച് ഓടി നടക്കുമ്പോ നിങ്ങളെയും പിള്ളേരെയും നോക്കി ആയുസ് മുഴുവൻ കളഞ്ഞ് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ തന്നെ പറയണം, എനിക്ക് മതിയായി അല്ലേ? അപ്പൊ ഉടനെ ഭർത്താവ് പറയാണ്, ഞാൻ അങ്ങനെയല്ല പിള്ളയെ ഉദ്ദേശിച്ചു, ഇനി അത് പറഞ്ഞാ മതി. എന്റെ ബുദ്ധിയുടെയും കൂടെ മോളിൽ കയറുകയാണ്. ഈ 2 പേരും ഉപയോഗിക്കുന്ന ഭാഷയിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് 2 പേരും പറയുന്നുണ്ട്. വാക്ക് പറയുമ്പോ അതിന്റെ അർത്ഥം നിശ്ചയിക്കാനുള്ള അവകാശം പറയുന്നവനോടൊപ്പമാണോ സത്യസന്ധമായിരിക്കുന്നത്, കേൾക്കുന്നവനോടൊപ്പമാണോ? വാക്കിന്റെ ഉടമസ്ഥത ആർക്കാണ്? പറയുന്നവനാണ്. അതിന്റെ അർത്ഥം പ്രകടമാക്കാനാണ് അവനൊരു ഭാഷ ഉപയോഗിക്കുന്നത്. പൂടൂര് പ്രദേശത്തു നിന്നൊരു പയ്യൻ കോട്ടയത്ത് പോയി പഠിക്കാൻ. കോട്ടയത്ത് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില് അവൻ ഒരു ദിവസം രാവിലെ ഇളംതിണ്ണയുടെ അവിടെ ഇരിക്കുന്നു. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൽ നടന്നു വരുമ്പോ ഇവൻ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു. ഒരുമാതിരി കുത്തിയിരിപ്പായിരിക്കുന്ന ഇളംതിണ്ണയുടെ അവിടെ. എന്താടാ എടുക്കുന്നതെന്ന് ചോദിച്ചു. അല്പ ദേഷ്യത്തിലാണ്, അല്പം ദേഷ്യമുള്ള ആളുമാണ്.
അപ്പം പറഞ്ഞു മൂക്കുതിക്കുക. കോട്ടയംകാർക്ക് ഈ ഭാഷ അറിയില്ല. അദ്ദേഹം കേട്ടത് മൂത്രമൊഴിക്കുകയാണ്. ഇളന്തിണ്ണെ തന്നെ കൊടുത്തൊരെണ്ണം കുറ്റിയേറ്റി ഒരെണ്ണം കൊടുക്കാൻ. അടി അങ്ങനെ കൊടുക്കാറുള്ളൂ. ഇവിടെ അടുത്തുള്ളവൻ തന്നെ. ഞാൻ കെട്ടുകഥ പറഞ്ഞല്ല. അടി കൊണ്ട് ചാടി എഴുന്നേറ്റ് ഇവൻ വല്ലാതെ നിൽക്കുമ്പോ ചോദിച്ചു, എന്താടാ നോക്കിയിരിക്കുന്നത്? എല്ലാ സമയം മൂക്കി. എന്നാൽ അത് പറയാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചു. ഒറ്റയെണ്ണം കൊടുക്കും. കാരണം ഈ നാട്ടിലെ ഭാഷയെ അവൻ ഉപയോഗിച്ച്. ആ ഭാഷ അവനറിയാവുന്ന അദ്ദേഹത്തിന് അറിയില്ല. ക്ലിയർ? ലോകത്തെപ്പോഴും ഭാഷ നമ്മുടെ ഒരു നിശബ്ദതയെ മറ്റൊരാളോട് പറയാനുള്ളതാണ്. ഭാഷയുടെ ആകെ പ്രയോഗം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു കാര്യം മറ്റൊരുത്തന് മനസ്സിലാക്കി കൊടുക്കാനാണ്. അത് എങ്ങനെ അവന് മനസ്സിലാകുന്നു അതുവരെ പറയേണ്ടതും അതുവരെ അത് വിശദീകരിക്കേണ്ടതും അതിനുള്ള ശാരീരിക ഭാഷകളും സംജ്ഞകളും എല്ലാം ഉപയോഗിക്കേണ്ടതും പറയുന്നവന്റെ കടമയാണ്. മനസ്സിലായി? പറയുന്നതോ ശാന്തിക്കു വേണ്ടിയാണ്. പറയുന്നവൻ ഉപയോഗിക്കുന്ന ശാന്തിക്കു വേണ്ടിയുള്ള ഭാഷ കേൾക്കുന്നവന്റെ അശാന്തിയിലേക്കാണ് വന്നു വീഴുന്നതെങ്കിൽ പറയാതിരിക്കുക എന്നുള്ളത്. പിന്നെ ഭാഷയ്ക്ക് അർത്ഥമില്ല. ഭാഷ അതിനു വേണ്ടി മാത്രമുള്ള ലിംഗമാണ്. അപ്പൊ ഈ ഭാഷയെ വികലമാക്കുന്നത് കേൾക്കുന്നവന്റെ പൂർവാനുഭവങ്ങളാണ്. കേൾക്കുന്നവന്റെ പൂർവാനുഭവങ്ങൾ അവന്റെ ശ്രോത്രേന്ദ്രിയത്തിൽ കട്ടിപിടിച്ചു നിൽക്കുമ്പോഴുണ്ടാകുന്ന സ്വാപ്നിക ഭാവങ്ങളിലേക്കാണ് പറയുന്നവന്റെ വാക്കുകൾ വന്നു വീഴുന്നതെങ്കിൽ ആ സ്വാപ്നിക ഭാവങ്ങൾ ഒരുക്കുന്ന കെണിയിൽ മാനവിക ബന്ധങ്ങൾ തകർന്നടിയും. ഇറ്റ്സ് നോട്ട് ട്രൂ. ഇതാണ് നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ കളിക്കുന്ന കളി. മധുവും കൈഡഭനുമെന്ന സ്വാപ്നിക രജസിൽ സാപ്നിക തമസിൽ ഉറഞ്ഞുകൂടി നിൽക്കുന്ന കർണമലങ്ങളാകുന്ന രണ്ടസുരന്മാരെ കളയാത്തവർ ആരുടെയും ശബ്ദം കേൾക്കാൻ പോകാതിരിക്കുകയാണ് ഉത്തമം. അച്ഛന്റെ വാക്കും അമ്മയുടെ വാക്കും സഹോദരന്റെ വാക്കും സഹോദരിയുടെ വാക്കും നാട്ടുകാരുടെ വാക്കും കേൾക്കാനൊരുത്തൻ തയ്യാറാകുന്നതിന് മുമ്പ് ആദ്യം അവന്റെ കർണമലത്തിലെ അധിഷ്ഠാതൃ രാക്ഷസഭാവങ്ങളായ മധുകൈഡവന്മാരെ നിഗ്രഹിക്കണം. എന്നിട്ടേ മാനവ ബന്ധമുള്ളൂ. ചിലരോട് എന്തും പറയാം. കാരണം അവരുടെ മധുകൈഡവന്മാർ പണ്ടേ ഇല്ലാതായതാണ്. അവരുടെ ഇടയ്ക്ക് ഞാൻ എന്തു പറഞ്ഞാലും പറയും, സാരമില്ല, അതിന്റെ അർത്ഥം ഇന്നതാണ്. അവർക്ക് എല്ലാത്തിനും ഒരു നല്ല അർത്ഥം പറയാനുണ്ടാവും. ചിലരോട് ഒന്നും പറയാൻ പറ്റില്ല. മധുകൈഡവന്മാർ സദാ സന്നദ്ധരായിരിക്കുകയാണ്. എന്തു പറഞ്ഞാലും അടിക്കും. പുറകിൽ കൂടെ ചെന്നാല് തൊഴിക്കും, മുമ്പിൽ കൂടെ ചെന്നാൽ കുത്തും, സൈഡിൽ കൂടെ ചെന്നാൽ വാലുകൊണ്ടടിക്കും. മധുകൈഡവന്മാർ സജീവമാണ്. മധുകൈഡവന്മാർ സജീവമായ വ്യക്തികളോടുള്ള വേഴ്ച നമ്മുടെ സർഗശക്തിയെ നശിപ്പിക്കും. ഓഫീസുകളിലും വീട്ടിലുമൊക്കെ ഇത് വലിയ പ്രശ്നമാണ്. ശ്രദ്ധിച്ചിട്ടില്ല? എന്തുകൊണ്ടാണ് സുരഥ നിനക്ക് രാജ്യം നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട് സമാധി നീ ഗതികേടിലെത്തി? നിന്നിലെ മധുകൈഡവന്മാർ സജീവമാണ്. നീ നിന്റെ വാക്കുകൾക്ക് നൽകാത്ത വ്യാഖ്യാന ഭേദങ്ങൾ നിന്റെ ശ്രോത്രേന്ദ്രിയം തെരഞ്ഞു കേൾക്കുന്ന ലോകത്തിലെ വാക്കുകൾക്ക് നൽകുന്നു. അതാണ് നിന്റെ അസ്വസ്ഥത. നിന്റെ മസ്തിഷ്കം നിന്റെ വാക്കുകളെ കേൾക്കുന്നതിനേക്കാൾ വിലക്ഷണമായി പുറത്തെ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഞാൻ പറയുമ്പോഴുള്ള അർത്ഥവും നന്മയും തന്നെയാണ് എന്റെ ഭാര്യയിലിരിക്കുന്നത്. അവളും ഒരു നന്മയാണ് പറഞ്ഞതെന്ന് കരുതാൻ കഴിയാത്ത ഭർത്താവിന്റെ ജീവിതവും അവനോടൊപ്പമുള്ള ഭാര്യയുടെ ജീവിതവും വിഷസമമാണ്. അങ്ങനെയുള്ളവർ വിവാഹം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഇതാണ് മധുകൈഡവന്മാർ. ഏതാണ്ട് പിടികിട്ടി?